Hi all, welcome to my YouTube channel. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആയിരുന്നതുകൊണ്ട് ഡിസംബർ 2025 മാസത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. വിറ്റുപോയ യൂണിറ്റ്സിന്റെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 10ാം സ്ഥാനത്തുള്ളത് മാരുതി സുസുക്കി വാഗൺ-ആർ ആണ്. ഒരു ബജറ്റ് ഫ്രണ്ട്ലി കാറും പിന്നെ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ കാറുമായിട്ടാണ് ഇതിന് അറിയപ്പെടുന്നത്. ഒരു പോപ്പുലർ ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ഈ ഒരു കാർ ഡിസംബർ 2025 വിറ്റുപോയത് ഏകദേശം 14,500 യൂണിറ്റ്സ് ആണ്. ഓൺ റോഡ് പ്രൈസിന് കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 5.8 ലക്ഷത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് 8 ലക്ഷം വരെ പോകും. ഏകദേശം 1 ലിറ്ററും 1.2 ലിറ്റർ വേരിയൻസ് ഒക്കെ ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ഇനി 9ാം സ്ഥാനത്തുള്ളത് മഹീന്ദ്രന്റെ എക്കാലത്തെയും ലെജൻഡറി കാറായിട്ടുള്ള സ്കോർപിയോ സീരീസ് ആണ്. സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും ഡിസംബർ 2025 വിറ്റുപോയത് ഏകദേശം 15,700 യൂണിറ്റ്സ് ആണ്. ഇത് ടോട്ടൽ കൗണ്ട് ആണ്. സ്കോർപിയോ ക്ലാസിക്കിൽ 2.2 ലിറ്ററിന്റെ ഡീസൽ ഓൺലി എഞ്ചിനാണ്. സ്കോർപിയോ എന്നിലാണെങ്കിൽ 2 ലിറ്ററിന്റെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് വേരിയൻസ് ആയിട്ട്. ഇനി 8ാം സ്ഥാനത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ടാറ്റ പഞ്ച് ആണ്. ഏകദേശം 15,980 യൂണിറ്റ്സ് ആണ് ഡിസംബർ 2025 ടാറ്റ പഞ്ച് വിറ്റത്. ഇപ്പോൾ ഒരുപാട് ഫാമിലീസ് പ്രിഫർ ചെയ്യുന്ന കാറായിട്ട് മാറിയിരിക്കുകയാണ് ടാറ്റ പഞ്ച്. അതിൻ്റെ ഒരു റീസൺ അതിൻ്റെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ്. ഏകദേശം 7.5 ലക്ഷത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് പ്രൈസ്. പിന്നെ ഈ ഒരു വിലയ്ക്ക് ഒരുപാട് സ്പെക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാറിൽ. ഓക്കെ, ഇനി അടുത്തത് 7ാം സ്ഥാനത്തുള്ളത് മാരുതി സുസുക്കി എർട്ടിഗയാണ്. ഒരു മൾട്ടിപർപ്പസ് വെഹിക്കിൾ ആയിട്ട് പോലും ഡിസംബർ 2025 വിറ്റുപോയത് 16,500 യൂണിറ്റ്സ് ആണ്. 1.5 ലിറ്ററിന്റെ എഞ്ചിനാണ് ഇതിനുള്ളത്. പിന്നെ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10 lakhs ആണ്. എന്നാലും അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു 7 സീറ്റർ കാർ ഒന്നും 10 lakhsൽ കിട്ടില്ല. ഇനി 6ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാരുതി സുസുക്കി ബ്രെസയാണ്. ഒരു കോമ്പാക്ട് SUV ആയിട്ട് പോലും ഇന്ത്യയിൽ ഡിസംബർ 2025 വിറ്റുപോയത് ഏകദേശം 17,700 യൂണിറ്റ്സ് ആണ്. 5 പേരുള്ള ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാറും കൂടിയാണത്. 1.5 ലിറ്ററിന്റെ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ ഹൈബ്രിഡും ഉണ്ട്, പിന്നെ CNG വേരിയന്റും ഉണ്ട്. ഏകദേശം 9 lakhs ഒക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആൻഡ് ഇതിലുള്ള സ്പെക്സ് ആൻഡ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കുഴപ്പമില്ലാത്ത ഡീലാണെന്ന് പറയാം. ഇനി 5ാം സ്ഥാനത്തുള്ളത് കുറച്ച് ഡെക്കേഡ്സ് ആയിട്ട് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ഒരു ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു കാർ ഇന്ത്യയിൽ ഡിസംബർ 2025 വിറ്റത് ഏകദേശം 18,750 യൂണിറ്റ്സ് ആണ്. 1.2 ലിറ്ററിന്റെ 3 സിലിണ്ടർ Z സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിനിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. പിന്നെ CNG വേരിയന്റും ഉണ്ട്. ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസിനെ പറ്റി എടുത്തു പറയേണ്ടതാണ്. 25 km/ലിറ്റർ മൈലേജ് വരെ കമ്പനി അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഏകദേശം 6.8 lakhs ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് പ്രൈസ്. ഇനി 4ാം സ്ഥാനത്തുള്ളത് അടുത്ത മാരുതി സുസുക്കിന്റെ കാറായിട്ടുള്ള ഡിസയർ ആണ്. ഒരു സെഡാൻ കാറ്റഗറിയിൽ വരുന്ന കാറായിട്ട് പോലും ഇന്ത്യയിൽ ഇത് ഏകദേശം വിറ്റത് 19,000 യൂണിറ്റ്സിന്റെ മേലെയാണ്. ഇനി ഇതിലുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് 1.2 ലിറ്ററിന്റെ 3 സിലിണ്ടർ K സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ്. പിന്നെ CNG വേരിയന്റും ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 7.5 ലക്ഷമാണ്. പിന്നെ ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് കമ്പനി അഷ്യൂർ ചെയ്യുന്നത് 25 km/ലിറ്റർ ആണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാൻ വിട്ടുപോയി. കാരണം നമ്മുടെ ടോപ്പ് 10 ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കാർസ് എന്ന് പറയുന്നത് മാരുതി സുസുക്കിയാണ്. അതിന്റെ മെയിൻ റീസൺ ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നതും അതാണ്. ഇനി അടുത്തത് 3ാം സ്ഥാനത്തുള്ള കാർ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ നെക്സോൺ ആണ്. ഡിസംബർ 2025 ടാറ്റ നെക്സോൺ വിറ്റത് ഏകദേശം 19,350 യൂണിറ്റ്സ് ആണ്. 1.2 ലിറ്ററിന്റെ പെട്രോൾ, 1.5 ലിറ്ററിന്റെ ഡീസൽ ആൻഡ് 1.2 ലിറ്ററിന്റെ CNG എന്നീ വേരിയൻസ് ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ആൻഡ് ടർബോ ചാർജറും കൂടി ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ഇതിനും നല്ല ഫ്യൂവൽ എഫിഷ്യൻസി കമ്പനി അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഏകദേശം 24 km/ലിറ്റർ ആണ് അഷ്യൂർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽസിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റീരിയേഴ്സ് ആയാലും ഒക്കെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളതാണ്. സോ എന്തുകൊണ്ടും നല്ലൊരു ഫാമിലി കാറാണെന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് ഏകദേശം 8.5 lakhs ഒക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ്. ഇനി അടുത്തത് സെക്കൻഡ് പ്ലേസ് ആണ്. സെക്കൻഡ് പ്ലേസിലുള്ള കാർ എന്ന് പറയുന്നത് അടുത്ത മാരുതി സുസുക്കിന്റെ ഒരു കാർ തന്നെയാണ്. മാരുതി സുസുക്കി ഫ്രങ്സ് ആണ്. ഒരു ക്രോസ് ഓവർ SUV കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു കാർ ഇന്ത്യയിൽ ഡിസംബർ 2025 വിറ്റത് ഏകദേശം 20,700 യൂണിറ്റ്സ് ആണ്. കുറച്ച് വർഷങ്ങളായിട്ടാണ് ഫ്രങ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അത്യാവശ്യം പോപ്പുലർ ആവാൻ തുടങ്ങിയത്. 1.2 ലിറ്ററിന്റെ K സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിനും പിന്നെ CNG എഞ്ചിൻ വേരിയൻസിലാണ് ഇത് ഇറങ്ങുന്നത്. ഏകദേശം 8.2 ലക്ഷമാണ് സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയാൻ പറ്റുക. ഇനി അടുത്തത് 1ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തുള്ള കാർ എന്ന് പറയുന്നത് മാരുതി സുസുക്കിന്റെ ബലേനോ ആണ്. അതെ, ബലേനോ ആണ് ഡിസംബർ 2025 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒക്കേഷനിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ കാറ്. ഏകദേശം 22,110 യൂണിറ്റ്സ് ആണ് ബലേനോ ഡിസംബർ 2025 മാത്രം വിറ്റത്. ഇന്ത്യൻ ഫാമിലീസിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു കാറായിട്ട് മാറിയിരിക്കുകയാണ് ബലേനോ.
അഗെയിൻ 1.2 ലിറ്ററിൻ്റെ കെ സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിനും പിന്നെ CNG എഞ്ചിൻ വേരിയൻസിലായിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 7.2 lakhs ആണ്. ഫ്യൂവൽ എഫിഷ്യൻസിയും നല്ലതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.